ഇന്ന് പകൽക്കാലത്ത് നമ്മുടെ ധ്യാനത്തിനായി സുപരിചിതമായ ഒരു സങ്കീർത്തന വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. 126 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 126 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യം. തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. ഇതിൽ അകത്ത് ഈ സങ്കീർത്തനത്തിനകത്ത് മുഴുവനും പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു മടങ്ങി വരവും ഒരു മടക്കി വരുത്തലുമാണ്. ഞാൻ ആവർത്തിക്കട്ടെ, ഒരു മടങ്ങി വരവും ഒരു മടക്കി വരുത്തലും. ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ദൈവം ഇന്നലകളിൽ സംഭവിപ്പിച്ച ഒരു മടങ്ങി വരവിനെ കണ്ടവർ സ്തുതിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. എന്നാൽ 4 വാക്യത്തിൽ പിന്നെയും ആവർത്തിക്കുകയാണ്, ഇനിയും ഒരിക്കൽ കൂടെ ഒരു മടക്കി വരവ് വേണം. ദൈവം ഒരു പ്രാവശ്യം വരുത്തിയ മടക്കി വരവ് കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി തീർന്നിട്ടില്ല, ദൈവത്തിൻ്റെ കരം കുറുതായിട്ടില്ല. ദൈവം അത് ആവർത്തിക്കും എന്നാണ് അവിടെ പറയുന്നത്. ദൈവം മടക്കി വരുത്തും, പിന്നെയും മടക്കി വരുത്തണം. എന്നാൽ ഇവിടെ മടക്കി വരുത്തലിന് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആലങ്കാരിക പദം ഉപയോഗിച്ച് താൻ പറയുകയാണ്, അതുപോലെ ഞങ്ങളെ മടക്കി വരുത്തണം. കണ്ടോ, ദൈവം നമ്മോട് ആലങ്കാരികമായി പറയുന്നത് പോലെ നമുക്ക് ദൈവത്തോട് പറയുവാൻ കഴിയും. ആലങ്കാരികമായി ദൈവത്തോട് പറയുവാൻ കഴിയും, കർത്താവേ അതുപോലെ എന്നെ മടക്കി വരുത്തണം. ഈ പറയുന്നത് ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് കർത്താവേ ആ മനുഷ്യനെ പോലെ എന്നെ അനുഗ്രഹിക്കണമെന്നല്ല പറഞ്ഞത്, ഈ കുടുംബത്തെ പോലെ എന്നെ മാനിക്കണമെന്നല്ല പറഞ്ഞത്. പകരം യെരൂശലേമിൻ്റെ ഇസ്രായേലിൻ്റെ തെക്കേ ഭാഗത്തൊഴുകുന്നതായ ഒരു നദിയുണ്ട്, അല്ലെങ്കിൽ റിവർ ഓഫ് നെജീവ് എന്നാണ് പറയുന്നത് തെക്കേ ഭാഗത്ത്. അപ്പോൾ ഈ യെരൂശലേമിൻ്റെ തെക്കേ ഭാഗത്തെക്കുറിച്ച് നാം പഠിച്ചാൽ ഊഷര മരുഭൂമിയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ ഊഷര മരുഭൂമിയുടെ ഇടയിൽ ചെങ്കുത്തായി കിടക്കുന്നതായ ഒരു ഭാഗമുണ്ട്. അത് മറ്റൊരിക്കൽ നിങ്ങൾ എപ്പോഴെങ്കിലും റിവർ ഓഫ് നെജീവ് എന്ന് ഈവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്കതിൻ്റെ പിക്ചർ കിട്ടും. നിങ്ങളെപ്പോഴെങ്കിലും മസ്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മസ്കറ്റിൽ നിന്ന് ഒരല്പം ദൂരേക്ക് നിങ്ങൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ മസ്കറ്റുകാർ വിശ്വസിക്കുന്നത് അത് പഴയ 2 ഭാഗമാണ് അവർ വിശ്വസിക്കുന്നത്. ഒന്ന്, ഇത് പണ്ട് കടലായിരുന്നെന്നും ആ കടൽ വാങ്ങിപ്പോയ കടലിൻ്റെ അടിത്തട്ടാണ് മസ്കറ്റ് എന്നുമാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മസ്കറ്റിൻ്റെ സിറ്റി വിട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ചെങ്കുത്തായി കിടക്കുന്ന ഇങ്ങനെ ലെയറായി അരിഞ്ഞിട്ടിരിക്കുന്ന വലിയ പർവ്വതങ്ങൾ കാണാം. അത് കാണുമ്പോൾ നമ്മൾക്ക് തന്നെ ഉറപ്പാകും, ശരിയാണ്, ഇത് കടൽ ഒഴിഞ്ഞു പോയ ഒരു ഭാഗമാകുന്നു എന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഇതേപോലെ ഖത്തറിൽ ചെല്ലുമ്പോൾ ഖത്തറിൽ ഇതുപോലെ ഇങ്ങനെ വെട്ടായി കിടക്കുന്ന പർവ്വത ഭാഗങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ അവർ പറയുന്നത് നോഹയുടെ പെട്ടകം അതുവഴി ഒഴുകിയ നോഹയുടെ പ്രളയജലകാലത്ത് ഉയർന്ന വെള്ളം താണു വന്നതിൻ്റെ പാടുകളാണ്, അതിൻ്റെ അടയാളങ്ങളാണ്, കാണുന്നതാണ് പറയുന്നത്. ഞാനിത് ഇത്രയും പറഞ്ഞതിൻ്റെ ഭാഗം ഈ നെജീവിൻ്റെ നദീതീരത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ 2 സൈഡിലും ഇങ്ങനെ കിഴുക്കാൻ തൂക്കായ 2 പർവ്വതങ്ങളുണ്ട്. ആ പർവ്വതങ്ങളിലെല്ലാം ഇങ്ങനെ വെട്ടുകൾ കാണാൻ കഴിയും. എന്നാൽ അതിലേക്ക് കടന്നു വരുമ്പോൾ, എന്നാൽ വരൾച്ച കാലത്ത് ഈ തെക്കേ നാട്ടിലെ റിവർ ഓഫ് നെജീവിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ, ആ തെക്കേ നദിയിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആ റിവർ ബെഡിനകത്ത് അല്ലെങ്കിൽ ഇത്രയും ഒരു സ്ഥലത്തിനകത്ത് കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്നത് കാണാം. നിറച്ച് കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുക. കാരണം പണ്ടെപ്പോഴോ ഒഴുകിയ ഒരു നദിയുടെ നനവിനകത്ത് അതിൻ്റെ അടിത്തട്ടിൽ കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുകയാണ്. അല്ലാതെ അവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇതിൻ്റെ ഈ സീസൺ മാറുമ്പോൾ അവിടെ വീണ്ടും മഴക്കാലം വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ നനഞ്ഞ ചെറിയ ഈർപ്പമുള്ള റിവർ ബെഡിലെ പുൽത്തകടികളെ മറച്ചുകൊണ്ട് മുൻപ് നമ്മൾ അതിൻ്റെ പർവ്വതങ്ങളുടെ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്ന ആ വെട്ടുകൾക്കും ഇതേ പിന്നെയും എന്ത് സംഭവിക്കും? ഈ വെള്ളം നിറഞ്ഞു പൊങ്ങുമെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ തെക്കേ നാട്ടിലെ തോടിനെ കണ്ടിട്ട് ആ തെക്കേ നാട്ടിലെ തോടിൻ്റെ അവസ്ഥയെ മനസ്സിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ട് ഇവർ ഇസ്രായേലിൻ്റെ പർവ്വതങ്ങളിലേക്ക് ആരാധനയ്ക്ക് കയറിപ്പോകുമ്പോൾ ദൈവത്തോട് പറയുക, കർത്താവേ ആ തെക്കേ നാട്ടിലെ തോട് വരൾച്ചാകാലം വരുമ്പോൾ അതിലൊരു തുള്ളി വെള്ളമില്ലാതെ അതിൽ വെള്ളമൊഴുകിയ ഇടത്ത് കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സീസൺ
സീസൺ മാറുമ്പോൾ, കർത്താവെ, ആ വരൾച്ചകാലം മാറി ഒരു വലിയ മഴക്കാലം വരുമ്പോൾ, അത് ആ കുറ്റിച്ചെടികൾ ഒഴുകിയിടത്ത് മാത്രമല്ല, ഞങ്ങൾ കാണുന്ന ഈ വെട്ടുകൾ കാണാതെ വേണ്ട നിലയില്ലാത്ത ഉയരത്തിൽ ഈ നദി പൊങ്ങുമെന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ മടക്കി വരവെന്ന് പറഞ്ഞാൽ റിസ്റ്റോറേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തുക. വരൾച്ചാകാലത്ത് നജീവ് നദിയുടെ അല്ലെങ്കിൽ തെക്കേ നാട്ടിലെ നദിയുടെ തീരത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ നദിയുടെ അടിത്തട്ടിൽ, റിവർ ബെഡിൽ അവിടെ കുറെ കുറ്റിച്ചെടികൾ കാണാൻ കഴിയുക. പക്ഷേ ഒരു മഴക്കാലം വരുമ്പോൾ, അവൻ്റെ സീസൺ മാറിക്കഴിയുമ്പോൾ, അതവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറ്റിച്ചെടികളും പച്ചപ്പുമല്ല കാണാൻ കഴിയുന്നത്, നിലയില്ലാത്ത ഉയരത്തിൽ ഒഴുകുന്ന നദിയെ കാണുവാൻ കഴിയുക. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് ഒരു കാര്യം പറഞ്ഞും അടുത്ത ഭാഗത്തിലേക്ക് കയറട്ടെ. നിന്റെ ജീവിതത്തിൻ്റെ സീസണുകളെ ദൈവം മാറ്റുമ്പോൾ നിന്റെ അവസ്ഥകളെ ദൈവത്തിന് മാറ്റുവാൻ കഴിയുക. തെക്കേ നാട്ടിലെ തോടിൻ്റെ അവസ്ഥ മാറുന്നത്, തെക്കേ നാട്ടിലെ തോടിൻ്റെ അവസ്ഥ മാറുന്നത് ആ ദേശത്തിൻ്റെ സീസൺ മാറുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ അതിനകത്തുനിന്ന് 126 സങ്കീർത്തനം 4 വാക്യത്തിൻ്റെ ദൂത് പറയാ. നിന്റെ കാലം മാറി നിന്റെ അവസ്ഥയും മാറാം. നിന്റെ കാലം മാറുമ്പോൾ നിന്റെ അവസ്ഥയും മാറും. നിന്റെ സഹോദരങ്ങളെ, തെക്കേ നാട്ടിലെ തോടിനെ നനവുള്ളതാക്കി തീർക്കാൻ, തെക്കേ നാട്ടിലെ തോടിനെ കവിഞ്ഞൊഴുകുന്ന വെള്ളം കൊണ്ടുവരുവാൻ എന്തൊക്കെ വേണ്ട. ഒരു മനുഷ്യനത് ഈ വെള്ളം കോരി ഒഴിച്ചാൽ നടക്കത്തില്ല. എവിടെ നിന്നൊക്കെ ഉറവുകൾ മനുഷ്യൻ കുഴിച്ചെടുത്താൽ കഴിയത്തില്ല. പക്ഷേ എൻ്റെ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കുമ്പോൾ, ആമേൻ, വരണ്ടുണങ്ങി നിൽക്കുന്ന ഭൂമിക്കകത്ത് ആകാശത്തിൽ കാർമേഘങ്ങൾ നിറഞ്ഞ് ആ കാർമേഘങ്ങൾ മഴയായി മാറുമ്പോൾ, ആ ദേശത്തിൻ്റെ, ആ ഏരിയയുടെ സീസൺ മാറുമ്പോൾ ഈ തോടിൻ്റെ അവസ്ഥ മാറും. ആമേൻ. ഈ തോട്, ഈ നദി കവിഞ്ഞൊഴുകുന്നത് ദൈവത്തിന്റെ സീസൺ ചേഞ്ചിനകത്താണ്. ഇന്ന് പകൽക്കാലം നിന്റെ മടങ്ങി വരവിന്, നിന്റെ റിസ്റ്റോറേഷന്, നിന്റെ അവസ്ഥകൾ മാറുന്നതിന് ദൈവം നിന്റെ കാലങ്ങളെ മാറ്റും. ഇന്ന് പകൽ അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, എൻ്റെ ദൈവം എൻ്റെ സീസണെ ചേഞ്ച് ചെയ്യുക, എൻ്റെ ദൈവം എൻ്റെ സീസണെ ചേഞ്ച് ചെയ്യുക, എൻ്റെ ദൈവം എൻ്റെ സിറ്റുവേഷനെ മാറ്റുക. The Lord shall change your seasons and your situation shall be changed. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ ഞാൻ ദൈവസഭയ്ക്കകത്തു നിന്ന് ശുശ്രൂഷിച്ച് സ്തോത്രം ചെയ്യുന്നു. നിന്റെ അവസ്ഥ മാറത്തക്കവണ്ണം അജനാര വഞ്ചരം പ്രൗഢിവർദ്ധനയതിയ ദൈവം ചില സീസണുകളെ മാറ്റട്ടെ. നിന്റെ അവസ്ഥ മാറത്തക്കവണ്ണം ദൈവം നിന്റെ സീസണെ മാറ്റട്ടെ. ഇന്ന് പകൽക്കാല നിന്റെ ആകാശം മേഘാവൃതമാകട്ടെ, നിന്റെ ചുറ്റുപാടുകൾ മേഘാവൃതമാകട്ടെ. അപലാരഗന്ധരാദിയ സമുദ്രത്തിൽ നിന്നൊരു കൈമേഘം പൊങ്ങി വരട്ടെ, അത് ആകാശത്തിന്റെ മീകെ നിറയട്ടെ. നിന്റെ സിറ്റുവേഷൻ മാറുവാ, നിന്റെ അവസ്ഥകൾ മാറുവാൻ ഇന്ന് പകൽക്കാല സ്വർഗം നിന്റെ സീസണുകളുടെ മേൽ ഒരാധിപത്യം ചെലുത്തട്ടെ. അപലകട ഗർഭനാധികം ജാരിയ പ്രവചാരി ആദര നിന്റെ കളപ്പുരയ്ക്കകത്ത് കിടക്കുന്ന വിത്തുകൾ നിലത്ത് പാകുവാൻ കഴിയാതെ, നിന്റെ കളപ്പുരകൾ ഒതുങ്ങി കഴിയത്തക്കവണ്ണ ദേശത്തിൽ വിതയും കൊയ്ത്തും നടക്കാതെ സീസണുകളെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് പകൽ ഞങ്ങളൊരു ദൈവത്തിന്റെ സീസണെ ഓപ്പൺ ആക്കുന്നു. ഈ ദേശത്തിന്റെ മേൽ ഞാൻ ദൈവത്തിന്റെ സീസണെ ഓപ്പൺ ആക്കുന്നു. ഈ രാജ്യത്തിന്റെ മേൽ ഞാൻ ദൈവത്തിന്റെ സീസണുകളെ പ്രഖ്യാപിക്കുന്നു. അതരാജരം പ്രവർത്താനികലം വടക്കച്ചേരി വർത്തക്കലം ജവാരിയ പ്രവോർത്തിയ റക്കസിമെനികടകം ധരാജരം പ്രവേജിയം പ്രവാൽത്തനം പ്രവക്കത്തുരിയ അർത്ഥനാനകലം പ്രവാശിയ പ്രവോലിയ. സ്തോത്രം. നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണമായി പ്രധാനമായി 2 കാലം മാത്രമേ ഉള്ളൂ, വർഷകാലവും വേനൽക്കാലവും. സ്തോത്ര. ഇനിയും മരുഭൂമികളിലേക്കൊക്കെ കടന്നു ചെന്നാൽ അവിടെയും 2 കാലമാണ്, ശൈത്യകാലവും ഉഷ്ണകാലവും. എന്നാൽ പ്രകൃതിയിൽ മനുഷ്യന് ദൈവം പ്രധാനമായി 4 കാലങ്ങളെ ദൈവം നൽകിയിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, 3.5 വർഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 14 സീസണുകൾ കടന്നു വരണം. 3.5 വർഷത്തിൽ 14 സീസണുകൾ കടന്നു വരണം. എന്നാൽ ഏലിയാവെന്ന
മനുഷ്യൻ ആഹാബിന്റെ കൊട്ടാരത്തിൽ കയറി ചെന്നിട്ട് പറഞ്ഞു, ഇനി 14 സീസണുകൾ സംഭവിക്കേണ്ടിയിടത്ത് ഇനി എത്ര സീസണേ ഉണ്ടാകത്തുള്ളൂ? ഒരൊറ്റ സീസണേ ഉണ്ടാകത്തുള്ളൂ. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, നിന്റെ സീസണുകൾ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് തിരിയട്ടെ. നിന്റെ തലമുറയുടെ സീസണുകൾ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് തിരിയട്ടെ. എൻ്റെ പ്രാർത്ഥനാ മുറി എൻ്റെ സീസണുകളെ നിർണ്ണയിക്കുമെന്ന്, എൻ്റെ കണ്ണുനീർ എൻ്റെ സീസണുകളെ നിർണ്ണയിക്കുമെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? എനിക്ക് എൻ്റെ സീസണുകൾ നിർണ്ണയിക്കുന്നത് പ്രപഞ്ചമല്ല, എൻ്റെ സീസണുകൾ നിർണ്ണയിക്കുന്നത് ലോകത്തിൻ്റെ അവസ്ഥകളല്ല, എൻ്റെ സീസണുകൾ നിർണ്ണയിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ അധികാരമാണ്. എൻ്റെ പ്രാർത്ഥനാ മുറിയാണ് എൻ്റെ സീസണുകളെ നിർണ്ണയിക്കുന്നത്. സീസൺ എന്ന് പറയുമ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ സീസണുകളുമുണ്ട്. സീസണലായി സംഭവിക്കുന്ന ചില സംഗതികളുണ്ട്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ സീസണുണ്ട്. അവൻ്റെ കഷ്ടങ്ങൾ എന്താണ്? കഷ്ടകാലം, ദുഃഖകാലം, നിന്ദയുടെ കാലം, ഇതെല്ലാം സീസണലാണ്. പക്ഷെ ഇതെല്ലാം ലോകം മനുഷ്യന് സമ്മാനിക്കുന്നതാണ്. പക്ഷെ ദൈവം, ഞാൻ അവിടെ നിന്ന് സ്കിപ്പായി പോവുകയാണ്, അതുകൂടെ പറഞ്ഞിട്ട് പോവുകയാണ്. പക്ഷെ ദൈവം ഒരു മനുഷ്യന് നൽകുന്നതൊന്നും സീസണലല്ല. ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു ഭാഗം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് നമുക്ക് ചേർക്കാൻ കഴിയുന്ന, പ്രിഫിക്സ് ചെയ്യാൻ കഴിയുന്ന ഒരു വേർഡുണ്ട്. ദൈവം ഒരിക്കലും സീസണൽ ഗോഡല്ല. പകരം ദൈവം എന്താണ്? ഇറ്റേണൽ ഗോഡാണ്. ദൈവത്തിൻ്റെ സ്നേഹം സീസണൽ സ്നേഹമല്ല. മനുഷ്യൻ്റെ സ്നേഹം എപ്പോഴും സീസണലാണ്. നമ്മുടെ കുഞ്ഞിനോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം ഒരു 5 വയസ്സ് കഴിഞ്ഞാൽ അവനോട് കാണിക്കുമോ? 10 വയസ്സ് കഴിഞ്ഞാൽ അവനോട് കാണിക്കുമോ? നമ്മൾ അവനോട് കാണിക്കുന്ന സ്നേഹം, നമ്മൾ എത്ര അവനെ സ്നേഹിച്ചാലും ആ സ്നേഹത്തിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ഇറ്റേണലാണ്. ഇതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഒരു സംഗതിയും സീസണലല്ല. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളുടെ അടുക്കൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നതെല്ലാം ഇറ്റേണലാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റേണൽ പർപ്പസ്. ദൈവം നമ്മളോട് ദൈവത്തിൻ്റെ ഏതൊരു കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ദൈവം നമ്മളോട് ചെയ്യുന്ന നിയമം നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ, നിത്യ സ്നേഹം കൊണ്ട്, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്. അപ്പം ദൈവം നമുക്ക് നൽകുന്ന എല്ലാ സംഗതികളും ഇറ്റേണലാണ്, നിത്യമാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ സീസണലാണ്, ജീവിതത്തിലെ കഷ്ടതകൾ സീസണലാണ്, ജീവിതത്തിൽ ദുഃഖങ്ങൾ സീസണലാണ്, മാനുഷികമായ ഉയർച്ചകളും സീസണലാണ്. പക്ഷെ ദൈവികമായ ഉയർച്ച, ദൈവം ഒരുത്തനെ തട്ടിൻ്റെ മേളിൽ കയറ്റിയാൽ ഒരു സീസണിലേക്കല്ല കയറ്റുന്നത്. ദൈവം കയറ്റിയാൽ അത് ഇറ്റേണലായിരിക്കും. അപ്പോൾ തെക്കേ നാട്ടിലെ തോടുകൾ മടക്കി വരണമെന്ന് പറഞ്ഞാൽ അതിനകത്തൊറ്റ ഭാഗം പറയാം. നിൻ്റെ അവസ്ഥ മാറും, നിൻ്റെ സീസണുകളെ ദൈവം മാറ്റുമ്പോൾ നിൻ്റെ കാലം മാറും, നിൻ്റെ അവസ്ഥ മാറും. ഇന്ന് പകൽ അധരം തുറന്ന്, ഹൃദയം തുറന്ന് സ്വന്തം ജീവിതത്തിൻ്റെ മേലൊന്ന് പറഞ്ഞാട്ടെ, എൻ്റെ കാലം മാറും, എൻ്റെ അവസ്ഥയും മാറും. എൻ്റെ കാലം മാറും, എൻ്റെ അവസ്ഥയും മാറും. എൻ്റെ കാലവും എൻ്റെ അവസ്ഥയും ദൈവത്തിന് മാറ്റുവാൻ കഴിയുക. എൻ്റെ സ്തോത്രം. അവിടെ പറയുകയാണ്, ദൈവമേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ എന്ന്. ഈ മടക്കി വരവ് എന്ന് പറയുന്നത് ബൈബിളിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഭാഗമാണ്. മടങ്ങി വരിക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മടക്കി വരുത്തുന്ന ദൈവം. മടക്കി വരുത്തുന്ന ദൈവം. ഈ മടങ്ങി വരവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ സംഖ്യാപുസ്തകം 35-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാം. സംഖ്യാപുസ്തകം 35-ാം അധ്യായം. ഈ സംഖ്യാപുസ്തകം 35-ാം അധ്യായത്തിൽ നമുക്ക് ദൈവം വാഗ്ദത്തം നൽകിയ കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് ദൈവം വീതിച്ചു നൽകുന്ന സ്ഥലങ്ങളിൽ 6 സങ്കേത നഗരങ്ങളെ പണിതെടുക്കുന്നതിനെ കാണുവാൻ കഴിയും. 6 സങ്കേത നഗരങ്ങൾ. ഈ 6 സങ്കേത നഗരങ്ങൾ എന്തിനു വേണ്ടിയെന്ന് നാം പഠിച്ചു കഴിയുമ്പോൾ, ഇസ്രായേലിൻ്റെ നടുവിൽ അബദ്ധവശാൽ ഒരു മനുഷ്യൻ കുലപാതകം ചെയ്തു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് മരണയോഗ്യം അവൻ തിരികെ പ്രതികാരം ചെയ്യപ്പെടത്തക്കവണ്ണം ഒരു പാപം അവൻ്റെ ജീവിതത്തിൽ നിന്ന്, ഒരു അകൃത്യം അവൻ്റെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവനെതിരെ ഒരു ശത്രു എഴുന്നേൽക്കും, ഒരു പ്രതികാരകൻ അവനെതിരെ എഴുന്നേൽക്കുക. ആ പ്രതികാരകൻ ഇവനെ നശിപ്പിച്ചേ അടങ്ങത്തുള്ളൂ, ഇവനെ കൊന്നിട്ടേ അടങ്ങത്തുള്ളൂ എന്ന് ഭയങ്കരമായി വൈരാഗ്യത്തോടുകൂടെ അവനെതിരെ പ്രവർത്തിക്കുവാൻ തുടങ്ങുക. ഇന്നും ലോകത്തിൽ മനുഷ്യൻ ഒരു കേസിലകപ്പെട്ടാൽ, ഒരു പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടാൽ അവനെ ഉടനെ തന്നെ പോലീസ് എന്ത് ചെയ്യുമെന്നറിയാം?
അറിയാമോ? അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക. ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നവനെ വിചാരണ തടവെന്നൊക്കെ പറയും. ഇതെന്തിനാണ് ഇവനെ അറസ്റ്റ് ചെയ്യുന്നത്? രണ്ട് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, ഇവനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഇവൻ ഒളിച്ചോടി പോവുകയോ ഇവൻ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഇവനെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ രണ്ടാമതൊരു അറസ്റ്റ് ചെയ്യുകയല്ല, പോലീസ് ഇവനെ പിടിച്ച് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഇവനെ അറസ്റ്റ് രേഖപ്പെടുത്തത്തുള്ളായിരിക്കും. രണ്ടാമതൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ സമകാലികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിരന്തരമായി നമ്മൾ കാണുവാൻ കഴിയുക, അമ്മയും സഹോദരങ്ങളെയൊക്കെ കൊല്ലുന്ന വ്യക്തിയെ, അല്ലെ അയൽപക്കം കയറി ആക്രമിക്കുന്ന വ്യക്തിയെ പോലീസ് പിടിച്ച് അന്വേഷണത്തിനായി കൊണ്ടുവരുമ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ഇളകും. അവർ പോലീസിൻ്റെ അടുക്കൽ പറയും, അവനെ ഞങ്ങളുടെ കയ്യിലോട്ടൊന്ന് വിട്ടുതാ, നിങ്ങൾ കൈവച്ചാൽ ശരിയാകത്തില്ല. പലപ്പോഴും പറയും, കണ്ടോ ഈ ദോഷം ചെയ്തവനെ കൊണ്ടുപോയി പോലീസ് ചെലവ് കൊടുത്ത് പോലീസ് അവനെ വളർത്തുക, അവനെ കത്തിച്ചു കൊല്ലണം, ഞങ്ങളുടെ കയ്യിൽ തന്നാൽ അവനെ കൊന്നുകളയാമെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ജനക്കൂട്ടത്താൽ മോബ് അറ്റാക്ക് ഉണ്ടാകാതിരിക്കാൻ, ജനക്കൂട്ടത്താൽ അവൻ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടി സ്തോത്രം ഇവനെ എന്ത് ചെയ്യുക? പോലീസ് ഒരു തടവിലേക്കാക്കും, കരുതൽ തടങ്കലിലേക്കാക്കുക. ഇതുപോലെ ഇസ്രായേലിൻ്റെ നടുവിൽ ഒരു മനുഷ്യൻ്റെ നേരെ ഒരു കേസ് നടക്കുമ്പോൾ അവൻ്റെ വ്യവഹാരം കോടതിയിൽ ഇരിക്കുന്നിടത്തോളം, അല്ലെങ്കിൽ അവനൊരു ശിക്ഷാ വിമോചനം ലഭിക്കുന്നിടത്തോളം അവൻ എവിടെ നിൽക്കണം? സങ്കേത നഗരത്തിനകത്ത് നിൽക്കണം. ഈ സങ്കേത നഗരത്തിനകത്ത് അവന് താമസിച്ച് കഴിയുമ്പോൾ അവനെ ശത്രുവിന് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? അവനെ അവിടെ വന്ന് ആക്രമിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സങ്കേത നഗരത്തിൽ പോയവൻ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ഈ സങ്കേത നഗരത്തിൽ ഒരു വീട് വെക്കാൻ കഴിയത്തില്ല, സങ്കേത നഗരത്തിൽ വസ്തു മേടിക്കാൻ കഴിയത്തില്ല, സങ്കേത നഗരത്തിൽ അവനൊരു ഷോപ്പ് തുടങ്ങാൻ കഴിയത്തില്ല, സങ്കേത നഗരത്തിൽ അവൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതവൻ എന്ത് ചെയ്യുകയാണ്? അവിടെ ഒരു ഹോൾട്ടിംഗ് പ്ലേസ്, അവിടെ പോയി അവന് താമസിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. 35-ാം അധ്യായം 25 തുടങ്ങിയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു തരാമോ? 35-ാം അധ്യായം 25-ാം വാക്യം. കൊല ചെയ്തവനെ സഭ രക്തപ്രതികാരകന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. സഭ രക്തപ്രതികാരകന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. ഇവിടെ ആരാണ് രക്ഷ നൽകുന്നത്? സഭയാണ്, സമൂഹം നൽകുന്ന രക്ഷയാണ്. എൻ്റെ ദൈവമക്കളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ രണ്ട് രക്ഷയുണ്ട്. ഒന്ന് സഭ നൽകുന്ന രക്ഷയുണ്ട്, അല്ലെങ്കിൽ സമൂഹം നൽകുന്ന രക്ഷയുണ്ട്. എന്നാൽ ഞാനോ നിങ്ങളോ സഭ നൽകുന്ന രക്ഷയ്ക്ക്, സമൂഹം നൽകുന്ന രക്ഷയ്ക്ക് നിൽക്കുന്നവരല്ല. പകരം ആര് നൽകുന്ന രക്ഷയ്ക്ക് നിൽക്കുന്നവരാണ്? ദൈവം നൽകുന്ന രക്ഷയ്ക്ക് നിൽക്കുന്നവരാണ്. ഒരു മനുഷ്യൻ്റെ കിഡ്നി പോയി, നാട്ടുകാരെല്ലാം കൂടെ പണം പിരിച്ച് അവനൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നു, അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ അവന് ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നു. അതെന്താണെന്നറിയാമോ? സഭ നൽകുന്ന, സമൂഹം നൽകുന്ന രക്ഷയാകുന്നു. അപ്പൊ സഭ അവനെ രക്ഷിക്കണം. എന്നാൽ ഇത് സഭ നൽകുന്ന രക്ഷയാണ് ഇവിടെ പറയുന്നത്. സഭ അവനെ രക്തപ്രതികാരകന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. അടുത്ത ഭാഗം, അവൻ ഓടിപ്പോയിരുന്ന സങ്കേത നഗരത്തിലേക്ക് അവനെ മടക്കി അയക്കണം. വിശുദ്ധ തൈലത്താൽ അഭിഷക്തനായ മഹാപുരോഹിതന്റെ മരണം വരെ അവൻ അവിടെ പാർക്കണം. അടുത്ത ഭാഗം 26-ാം വാക്യം. എന്നാൽ കൊല ചെയ്തവൻ ഓടിപ്പോയിരുന്ന സങ്കേത നഗരത്തിന്റെ അതിര് വിട്ട് പുറത്തു വരികയും അവനെ അവന്റെ സങ്കേത നഗരത്തിന്റെ അതിരിന് പുറത്ത് വെച്ച് കണ്ട് രക്തപ്രതികാരകൻ കൊല ചെയ്തവനെ കൊല്ലുകയും ചെയ്താൽ അവന് രക്തപ്രതികാരമില്ല എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഈ കൊട്ടാരക്കരയിലുള്ള ഒരു മനുഷ്യൻ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടോ. ആ പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ അടുക്കൽ പറഞ്ഞ്, നിന്നെ നാട്ടുകാർ കൊല്ലാതിരിക്കാൻ തക്കവണ്ണം നിനക്കൊരു സങ്കേത നഗരമുണ്ട്, ആ സങ്കേത നഗരത്തിൽ നീ പോയിരിക്കണം. എന്നാൽ ഈ സങ്കേത നഗരം എവിടെയായിരിക്കുമെന്നറിയാമോ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് തെന്മലയായിരിക്കാം, അല്ലെങ്കിൽ ഇടുക്കിയിലായിരിക്കും ആ സങ്കേത നഗരം. ഇപ്പൊ കൊല്ലം ജില്ലയുടെ സങ്കേത നഗരം തെന്മലയിലാണെന്നിരിക്കട്ടെ, ആ തെന്മലയിൽ ഇവന് പോയി താമസിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, തെന്മലയുടെ അതിര് വിട്ട് അവൻ എന്ത് ചെയ്യാൻ കഴിയത്തില്ല? വെളിയിലിറങ്ങാൻ കഴിയത്തില്ല. അവന്റെ സഹോദരന്റെ കല്യാണം കൊട്ടാരക്കര വെച്ച് നടക്കുക, ഇവന് അതിര് വിട്ട് പുറത്തു വരാൻ കഴിയുമോ? ഇല്ല. അവന്റെ പിതാവുമോ മാതാവോ മരിച്ചോ, അടക്കാരാധന നടക്കുക, അവന് തെമ്മലയിൽ നിന്ന് കൊട്ടാരക്കര വരാൻ പറ്റുമോ? ഒരിക്കലും വരാൻ പറ്റത്തില്ല. സ്തോത്രം. അവന്റെ കൊച്ചിനൊരു വയ്യാഴി വന്നു, അവന് തെമ്മലയിൽ നിന്ന് കൊട്ടാരക്കര വരാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പൊ തെമ്മലയുടെ അതിരവൻ വിട്ടുകഴിഞ്ഞാൽ സ്തോത്ര രക്തപ്രതികാരകൻ അവനെ എന്ത് ചെയ്യാൻ കഴിയോ? ആക്രമിച്ച് കൊല്ലുവാൻ കഴിയോ? അതിനവൻ കൊട്ടാരക്കര വരെ വരണ്ട. ഇവന്റെ വീട്ടിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ അവൻ തെമ്മലയുടെ അതിര് വിട്ട് പുന്നല്ലൂർ ഇറങ്ങുമ്പോൾ പുന്നല്ലൂർ ടൗണിലിട്ട് തന്നെ എന്ത് ചെയ്യാൻ കഴിയോ? ഇവനെ ഇല്ലാതാക്കി കളയാൻ കഴിയോ? അപ്പൊ ഇവന് ജീവിച്ചിരിക്കാം, പക്ഷെ ഇവന്റെ ജീവിതത്തിൽ ഇവൻ ഒരിക്കലും എന്തുണ്ടാകത്തില്ല?
ഉണ്ടാകത്തില്ല, ഒരു പുരോഗമനം ഉണ്ടാകത്തില്ല, ഇവന് നന്മയുണ്ടാകത്തില്ല, ഇവന് അനുഗ്രഹം ഉണ്ടാകത്തില്ല, ഇവന് ബന്ധങ്ങൾ ഉണ്ടാകത്തില്ല. ഇനി ഇവൻ ജീവിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഞാൻ തെമ്മല എന്ന് പറയുകയാണ്. തെമ്മല എന്ന സങ്കേത നഗരത്തിലാണ് ഇവൻ ജീവിക്കുന്നതെങ്കിൽ സ്തോത്രം, അവിടെ കൂടെ കിടക്കുന്നത് മുഴുവനും ആരായിരിക്കുമെന്നറിയാമോ? ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് ജീവിതത്തിൽ മുന്നേറാൻ കഴിയാതെ, ജീവിതത്തിൽ വിശാലപ്പെടാൻ കഴിയാതെ ഒതുങ്ങിക്കിടക്കുന്ന ഒരു സങ്കേത നഗരത്തിനകത്ത്, ഈ സങ്കേത നഗരം എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അതൊരു സുഖകരമായിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ സങ്കേത നഗരം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല സാധ്യതകളെയും അവസാനിപ്പിച്ച് കളയുന്ന സംഗതിയാണ്. അങ്ങനെ അവൻ സങ്കേത നഗരത്തിൽ കിടക്കുമ്പോൾ സ്തോത്ര, അവൻ എന്തെങ്കിലും സങ്കേത നഗരത്തിന്റെ അതിരുവിട്ട് അവന് പുറത്തു വന്നാൽ അവൻ കൊല്ലപ്പെടും. അവൻ്റെ ജീവിതത്തിൽ അവൻ തെമ്മലയുടെ അതിരിനകത്ത്, അതിരിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് തെമ്മലയുടെ അതിരാണ്, ഇത് സങ്കേത നഗരത്തിൻ്റെ അതിരാണ്, ഇതിൻ്റെ വെളിയിലിറങ്ങിയാൽ ഉണ്ടാകുന്ന ഒരനർത്ഥത്തിന് ഞങ്ങൾ ഉത്തരവാദിയല്ലെന്ന്. അവനിങ്ങനെ തെമ്മലയുടെ അതിര് വരെ നിൽക്കാൻ കഴിയുക. പക്ഷെ തെമ്മലയുടെ അതിര് ചവിട്ടാൻ പേടിയാ. എന്താണ് അവൻ്റെ പേടി എന്നറിയാമോ? ഞാൻ ഇറങ്ങിയാൽ എന്നെ ആരെങ്കിലും കൊല്ലും, എന്നെ ആരെങ്കിലും കൊല്ലും. അവൻ ഈ സങ്കേത നഗരത്തിൽ ജീവിക്കുന്ന കാലത്തോളം അവൻ അടിമയാണ്. എന്തിനടിമയാണെന്നറിയാമോ? മരണഭയത്തിന് അടിമയാണ്, മരണഭയത്തിന് അടിമയാണ്. അങ്ങനെ ഇവൻ മരണഭയത്തിൽ നിൽക്കുന്നു. പക്ഷേ അവൻ ഈ സങ്കേത നഗരത്തിൽ നിന്ന് പുറത്തു വരാൻ ഒരൊറ്റ സാധ്യതയുണ്ട്. എന്താണ് ആ സാധ്യത എന്നറിയാമോ? അതാണ് അതിൻ്റെ 28-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. 28-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 28-ാം വാക്യ, അവൻ മഹാപുരോഹിതന്റെ മരണം വരെ തൻ്റെ സങ്കേത നഗരത്തിൽ പാർക്കേണ്ടിയിരുന്നു. എന്നാൽ കൊല ചെയ്തവന് മഹാപുരോഹിതന്റെ മരണശേഷം തൻ്റെ അവകാശ ഭൂമിയിലേക്ക് മടങ്ങിപ്പോകാം. അപ്പോ നിന്റെ മഹാപുരോഹിതൻ മരിച്ചാൽ നിനക്ക് അതിരുവിട്ട് അവകാശത്തിലേക്ക് വരാം. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നിന്റെ മഹാപുരോഹിതൻ മരിച്ചാൽ നിനക്ക് അതിരുവിട്ട് അവകാശത്തിലേക്ക് വരാം. നീ അതിരുവിട്ട് പുറത്തു പോകരുത്. പക്ഷെ മഹാപുരോഹിതൻ മരിച്ചാൽ നിനക്ക് അതിരുവിട്ട് അവകാശത്തിലേക്ക് വരാം. ഇന്ന് പകൽക്കാലം ഞാൻ അതിൻ്റെ ഇത് സീനായ് മലയിൽ ഇസ്രായേലിന് പ്രമാണമായി നൽകുമ്പോൾ അതിനകത്ത് ദൈവം ഒരു പ്രവചന ശബ്ദം ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. എന്തായിരുന്നു പ്രവചന ശബ്ദം? മാനവരാശി ഒരു അതിരിനകത്ത് കിടക്കുകയാണ്. അവന് സംഭവിച്ച പാപത്തിന്റെ അതിരിനകത്ത് കിടക്കുകയാണ്. എന്നാൽ നാം അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലന് മഹാപുരോഹിതനുമായ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആ മഹാപുരോഹിതൻ നിനക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ, ആ മഹാപുരോഹിതന്റെ മരണത്തിന് ശേഷം നിനക്ക് അതിരുവിട്ട് അവകാശത്തിലേക്ക് മടങ്ങി വരാ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ അതിരിനകത്ത് ഒതുങ്ങി, നിന്നെ അതിരിനകത്ത് കെട്ടി ഒരിക്കലും നിന്റെ സ്വന്തമായതിലേക്ക്, ഒരിക്കലും നിന്റെ അവകാശത്തിലേക്ക് നിന്നെ കാലുവെപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ അതിരിനകത്ത് ഒതുക്കിയ വിഷയത്തിനകത്ത് ഇന്ന് പകൽക്കാല യേശുവിന്റെ കാൽവറി ഏറ്റെടുത്തിട്ട് പറ, ഞാൻ അതിര് വിട്ട് പുറത്തു വരാം, എന്നെ ഒരുത്തനും തൊടത്തില്ല, ഞാൻ എൻ്റെ അവകാശ ഭൂമിയിലേക്ക് വരാം. അജനാം പ്രവാചിയം പ്രവേർത്തേനിയ. ഇതിന് കാരണം കാൽവറിയുടെ ഗിരിമുകളിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ തൂങ്ങി എൻ്റെ അരുമനാഥൻ എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിടുമ്പോൾ മഹാപുരോഹിതന്റെ മരണ ഇനി അവകാശ ഭൂമിയിലേക്ക് ഇന്ന് പകൽക്കാല യേശുവിന്റെ കാൽവറി നിന്നെ ചില അവകാശ ഭൂമിയിലേക്ക് നിനക്ക് വേണ്ടി ദൈവം എഴുതിയിട്ടത്, നിനക്ക് വേണ്ടി ദൈവം വേർതിരിച്ചിട്ടത്, നിന്റെ പിതാക്കന്മാരോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക്, നിന്റെ പിതാക്കന്മാരോട് ദൈവം പറഞ്ഞ അവകാശത്തിലേക്ക് ഇന്ന് പകൽ ആ കാൽവറി നിന്നെ ചലിപ്പിക്കുകയാണ്. കാൽവറി 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 ഇന്ന് പകൽ പറഞ്ഞാട്ട്, എനിക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ കൊല്ലപ്പെട്ടോ, എനിക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ കൊല്ലപ്പെട്ടോ. പാപം അറിയാത്ത അവനെ ഞാൻ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ എൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ആകയാൽ എനിക്ക് എൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി വരാം. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതൻ എനിക്ക് വേണ്ടി കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരു അറവ് മൃഗം പോലെ അവൻ മരിച്ചുവെങ്കിൽ എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ യേശുവിന്റെ കാൽവറി മരണത്താൽ
എനിക്ക് അവകാശത്തിലേക്ക് മടങ്ങി വരാം. ഇന്ന് പകൽ ദൈവം ചിലരെ മടക്കി വരുത്തുകയാണ്. നാളുകളായി പിശാച് വളഞ്ഞു കെട്ടിയിരുന്ന അവകാശത്തിലേക്ക്, ഇന്നലകളിൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ അകൃത്യങ്ങൾ, ഇന്നലകളിൽ പിതാക്കന്മാരുടെ കാലത്ത് സംഭവിച്ചു പോയ പാപങ്ങൾ, എവിടെയോ സംഭവിച്ചു പോയ പിഴകൾ നിന്റെ ജീവിതത്തെ വരിഞ്ഞുകെട്ടി ഇന്ന് പകൽ ട്രഡീഷണൽ കേഴ്സസ്, ഓൾ ദ ട്രഡീഷണൽ കേഴ്സസ് യേശുവിന്റെ രക്തം ചൊല്ലി ഞാൻ അഴിച്ചു മാറ്റുന്ന യേശുവിന്റെ കാൽവറി രക്തത്താൽ ഇന്ന് പകൽ ഈ ജനത്തിൽ വ്യാപരിക്കുന്ന എല്ലാ പാരമ്പര്യ ശാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യത്താൽ, പിതാക്കന്മാരുടെ പിഴവുകളാൽ, പിതാക്കന്മാരുടെ പാളിച്ചകളാൽ എവിടെയൊക്കെ സംഭവിച്ചു പോയ അപചാരകം പ്രവർത്തേനിയ അവകാശങ്ങളുടെ മേൽ കിടക്കുന്ന കയ്യേറ്റങ്ങളുണ്ടെങ്കിൽ അതിന് വിട്ട് പുറത്തു വരുവാൻ കഴിയാതെ തലമുറകൾ ഒതുങ്ങിക്കിടക്കുന്ന സകല ട്രഡീഷണൽ ബോണ്ടേജ് ഇന്ന് പകൽ ഞാൻ ദൈവിക അധികാരത്തിനകത്ത്, യേശുവിന്റെ രക്തത്തിനകത്ത് സകലം ജഗം ജാരിയം പ്രവർത്താനിയ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കാൽവറിയിലെ മരണത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കാൽവറിയിലെ മരണത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച മഹാപുരോഹിതൻ, ആ മഹാപുരോഹിതന്റെ മരണത്തെ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. കാൽവറി മരണത്താൽ ഇന്ന് പകൽക്കാല ഞങ്ങളുടെ അവകാശ ഭൂമിയിലേക്ക് ഞങ്ങൾ തിരികെ നടക്കുന്നു. ഇന്നലകളിൽ ഞങ്ങളെ ആട്ടിക്കളഞ്ഞ അവകാശ ഭൂമിയിലേക്ക്, ഇന്നലകളിൽ ഞങ്ങളുടെ മുൻപാകെ വഴിയടച്ച് അതിരിട്ട അവകാശ ഭൂമികളിലേക്ക് ഇന്ന് പകൽ ഞാൻ ദൈവിക അധികാരത്തിൽ തിരികെ നടക്കുന്നു. ഈ ജനത്തെ തിരികെ നടത്തുന്നു. ഈ ജനത്തെ തിരികെ നടത്തുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ അധികാരത്തെ ഞാൻ, യേശുവിന്റെ കാൽവറി മരണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ ചലിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങൾ ചലിക്കുന്നു. Holy Spirit, Holy Spirit. ഇതാണ് എബ്രായ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത്. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ എന്ത് ചെയ്തു? വിടുവിച്ചു. അവൻ സങ്കേത നഗരത്തിൽ പാർത്താലും അവൻ അടിമയാ. എന്താ കാരണമെന്നറിയാമോ? അവൻ അതിര് വിട്ട് പുറത്തു പോകാൻ കഴിയത്തില്ല. അവൻ സങ്കേത നഗരത്തിൽ പാർക്കുമ്പോൾ അവൻ അടിമയാ. എന്താ അവന്റെ അടിമത്തം എന്നറിയാമോ? ഞാൻ പുറത്തിറങ്ങിയാൽ ആരെങ്കിലും എന്നെ കൊല്ലും 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 കൊല്ലും. അവൻ മരണഭീതിയാൽ അടിമയാ. എന്നാൽ യേശു കാൽവറിയിൽ മരിച്ചപ്പോൾ ന്യായപ്രമാണം നിവർത്തീകരിച്ചു. ആമേൻ. സംഖ്യാപുസ്തകം 35:28 പ്രകാരം അവൻ സങ്കേത നഗരത്തിൽ നിന്ന് പുറത്തു വരിക. കാരണം മഹാപുരോഹിതനാണ് ആ കാൽവറിയിൽ കൊല്ലപ്പെട്ടത്. ഇന്ന് പകൽക്കാല ഞാൻ ഇത് പറയുമ്പോൾ ഒന്നുകൂടെ ചേർത്ത് പറയട്ടെ. അവന്റെ മരണത്തിന്റെ പങ്കാളിത്തമുള്ള ഒരു മനുഷ്യന്, അവന്റെ മരണത്തിന്റെ പങ്കാളിത്തമുള്ള ഒരു മനുഷ്യന് അവന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരാം. എന്താണ് ഈ മരണത്തിന്റെ പങ്കാളിത്തം? അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം വിളിച്ചു പറയുന്നു. അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന ജലസ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടോ. ഇനി അവൻ എഴുന്നേൽക്കുന്നത് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേൽക്കുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തിന്റെ അടുക്കൽ ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ഇതിനകത്തിരിക്കുന്നവരാരെങ്കിലും നീ സ്നാനമേറ്റിട്ടില്ലെങ്കിൽ, നീ സ്നാനത്താൽ ക്രിസ്തുവിന്റെ മരണത്തെ ഇൻഹെറിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ആ മരണം എനിക്ക് വേണ്ടിയാണെന്ന് ഒരുവൻ സ്നാനപ്പെടുമ്പോഴാണ് ഏറ്റുപറയുന്നത്. ആ സ്നാനത്തെ ഇതുവരെ അംഗീകരിക്കാത്തവരാരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലോ സഹോദരങ്ങളിലോ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അവരെ വിളിച്ചിട്ട് പറയണം, നിനക്ക് മരണഭീതിയിൽ നിന്ന് പുറത്തു വരണ്ടായോ? നിനക്ക് അടിമത്തത്തിൽ നിന്ന് പുറത്തു വരണ്ടായോ? നിനക്ക് സങ്കേത നഗരത്തിൽ നിന്ന് പുറത്തു വരണ്ടായോ? നിനക്ക് നിന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരണ്ടായോ? സ്നാനമേറ്റ ദൈവ പൈതലേ, നീ സ്നാനമേറ്റതെങ്കിൽ, അവന്റെ മരണത്തിന്റെ പങ്ക് പ്രാപിച്ചെങ്കിൽ, അവന്റെ മരണത്തിന്റെ അവകാശത്തെ ചേർത്ത് പിടിച്ചിട്ട് പറ, സ്തോത്ര, എൻ്റെ മഹാപുരോഹിതൻ മരിച്ചു, ഞാൻ അവകാശ ഭൂമിയിലേക്ക് മടങ്ങി നടക്കുകയാണ്. ഞാൻ എൻ്റെ അവകാശ ഭൂമിയിലേക്ക് തിരിഞ്ഞു നടക്കുകയാണ്. സ്തോത്ര.
ഒന്ന്, ജീവിതത്തിൽ എവിടെയോ സംഭവിച്ചു പോയ അകർത്യങ്ങൾ നിമിത്തം, ജീവിതത്തിൽ എവിടെയോ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ നിമിത്തം നമ്മുടെ അവകാശങ്ങളിൽ നിന്ന് നമ്മളെ തള്ളി മാറ്റി സങ്കേത നഗരമെന്ന് പറയുന്ന അതിരിനകത്ത് കെട്ടിയൊതുക്കി ആമേ വെളിയിൽ വന്ന തട്ടിക്കളയുമെന്നുള്ള ഭയത്തിനകത്ത്, ഭീഷണിക്കകത്ത് ഒതുക്കി നിർത്തുമ്പോൾ മഹാപുരോഹിതന്റെ മരണം നമ്മളെ ആ ഭയത്തിൽ നിന്ന് മടക്കി വരുത്തി, അതിരിൽ നിന്ന് മടക്കി വരുത്തി അവകാശത്തിലേക്ക് കയറ്റാം. ആ ദൂതിനെ ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാ: അതിരിൽ നിന്ന് അവകാശത്തിലേക്ക് മടങ്ങി വരിക, അതിരിൽ നിന്ന് അവകാശത്തിലേക്ക് മടങ്ങി വരിക. അധരം തുറന്ന് ശബ്ദമുയർത്തി കരമുയർത്തി പറഞ്ഞ് അതിരിൽ നിന്ന് അവകാശത്തിലേക്ക്, അതിരിൽ നിന്ന് അവകാശത്തിലേക്ക്. അതിരിട്ട പൈശാചിക മണ്ഡലങ്ങളോ ന്യായപ്രമാണത്തിന്റെ ചുവരെഴുത്തോ നിന്നെ പിടിച്ചു വെക്കാതെ അതിരിൽ നിന്ന് അവകാശത്തിലേക്ക്. എന്നാൽ മടങ്ങിവരവിന്റെ ഒരു ഭാഗം മാത്രമാണിത്. യെരമ്യാ പ്രവചനം 50-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു മടങ്ങിവരവിനെ കാണുവാൻ കഴിയും. യെരമ്യാ പ്രവചനം 50-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യെരമ്യാ 50:17 ഇങ്ങനെയാണ് പറയുന്നത്: ഇസ്രായേൽ ചിന്നിപ്പോയ ഒരു ആട്ടിൻകൂട്ടമാകുന്നു. ഇസ്രായേൽ ചിന്നിപ്പോയ ആട്ടിൻകൂട്ടമാകുന്നു. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിക്കാമോ? ഇസ്രായേൽ ചിന്നിപ്പോയ ആട്ടിൻകൂട്ടമാകുന്നു. ആമേൻ. ഇസ്രായേൽ എന്ന ആട്ടിൻകൂട്ടം ചിന്നിപ്പോയി. സ്തോത്ര. എന്താണ് ഈ ആട്ടിൻകൂട്ടം ചിന്നിപ്പോയത്? അടുത്ത ഭാഗം വായിക്കുമ്പോൾ അത് എഴുതിയിട്ടുണ്ട്. സിംഹങ്ങൾ അതിനെ ഓടിച്ചു കളഞ്ഞു. സിംഹങ്ങൾ അതിനെ ഓടിച്ചു കളഞ്ഞു. അടുത്തത്, ആദ്യം അശൂർ രാജാവ് മതി. ഇവിടെ പറയുകയാണ് ഇസ്രായേൽ ഒരു ആട്ടിൻകൂട്ടമായിരുന്നു. പക്ഷേ ആ ആട്ടിൻകൂട്ടത്തെ സിംഹങ്ങൾ വന്ന് എന്ത് ചെയ്തു? സിംഹങ്ങൾ ചിതറിച്ചു കളഞ്ഞു. ഇവിടെ പറയുകയാണ് അശൂർ രാജാവ് ഒരു സിംഹം പോലെ അവനെ വേട്ടയാടി. ബാബേൽ രാജാവ് ഒരു സിംഹം പോലെ അവനെ വേട്ടയാടി. അങ്ങനെ ഓടിച്ച് എന്നിട്ട് ഈ സിംഹങ്ങൾ എന്ത് ചെയ്തുവെന്നറിയാമോ? ഈ ആട്ടിൻകൂട്ടത്തെ ചിതറിച്ചു കളഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ആട്ടിൻകൂട്ടം ചിതറപ്പെട്ടു എന്നുള്ളതിൻ്റെ കാരണം സിംഹം വന്നതുകൊണ്ടല്ല. എവിടെ ആട്ടിൻകൂട്ടം ഉണ്ടെങ്കിലും സിംഹം വരുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. കാട്ടുമൃഗങ്ങൾ വരുമെന്നുള്ളത് ഉറപ്പാ. പക്ഷേ ഈ ആട് ചിന്നിപ്പോയത് സിംഹം വന്നതുകൊണ്ടല്ല. ആമേ. ആട് വന്നാൽ, സിംഹം വന്നാൽ ചിലപ്പോൾ ഒരാടിനെയൊക്കെ പിടിച്ചു കൊണ്ടുപോകാം. പക്ഷേ ഈ ആട് ചിന്നിപ്പോയത് സിംഹം വന്നതുകൊണ്ടല്ല. പണ്ട് ഈ ആട്ടിൻകൂട്ടത്തിലേക്ക് ഒരു സിംഹം കടന്നു വന്നു. ആ സിംഹം കടന്നു വന്ന് ഒരു ചെറിയ കുഞ്ഞാടിനെ പിടിച്ചോ. കുഞ്ഞാടിനെ പിടിച്ചിട്ട് ഈ സിംഹം തിരിഞ്ഞോടിയതിൻ്റെ പുറകെ, സ്തോത്ര, ഈ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയൻ പുറകെ ഓടിയ സിംഹത്തിന്റെ പുറകെ ഓടിയ ഈ ഇടയൻ എവിടാ കയറി പിടിച്ചതെന്നറിയാമോ? സിംഹത്തിന്റെ താടിക്ക് കയറി പിടിച്ചോ. എന്നാൽ പുറകെ ഓടിയ ഇടയൻ സിംഹത്തെക്കാൾ വേഗത്തിലോടി സിംഹത്തെ ഓവർടേക്ക് ചെയ്ത് സിംഹത്തെ പിടിച്ചു നിർത്തി അവന്റെ താടിക്ക് പിടിച്ചോ. താടിക്ക് പിടിച്ചിട്ട് കുഞ്ഞാടിനെ വലിച്ചെടുത്താൽ എന്തോ സംഭവിക്കുക? കുഞ്ഞാടിനെ വലിച്ചെടുത്താൽ വലിച്ച കയ്യോ കാലോ ഊരി കയ്യിലിരിക്കുക, പക്ഷെ ഉടല് സിംഹത്തിന്റെ വായിലിരിക്കുക. അതറിയാവുന്ന ഇടയൻ എന്തോ ചെയ്തെന്നറിയാമോ? സിംഹത്തെ പിടിച്ചിട്ട് ഒരൊറ്റ ഇടി അവന്റെ താടിയെല്ലിന്റെ ജോയിന്റ് തീർത്തൊരു ഇടി ഇടിച്ചോ. ഇടിയുടെ വേദനയിൽ സിംഹം ഇങ്ങനെ ആന്ന് വാ തുറന്നപ്പോഴത്തേക്ക് ആട് അവിടെ നിന്ന് രക്ഷപ്പെട്ടോ. അടുത്തത് ഈ സിംഹം എന്ത് ചെയ്യണം? ഇടയനെതിരെ തിരിയണം. ഇടയൻ വീട്ടില്ല, സിംഹത്തെ തകർത്ത് കളഞ്ഞോ. എൻ്റെ സഹോദരങ്ങളെ, സിംഹങ്ങൾ കയറി വരുമ്പോഴോ ഈ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്ന ഒരു ഇടയനായി ദാവീദ് എന്നൊരു രാജാവിനെ ദൈവം ഇസ്രായേലിൽ എഴുന്നേൽപ്പിച്ചോ. ഇസ്രായേലിന് 3 വിധ ഇടയന്മാരെ ദൈവം നൽകി. 1 രാജകീയ ഇടയന്മാർ, 2 പ്രവാചക ഇടയന്മാർ, 3 പൗരോഹിത്യ ഇടയന്മാർ. കേട്ടോ, മോശ എന്ന ഇടയനോടുകൂടി അവർ അവിടെ നിന്ന് കയറി വന്നോ. മോശ ആരായിരുന്നു? ഒരു പ്രവാചകനായിരുന്നു. പിൽക്കാലത്ത് ആട്ടിൻകൂട്ടത്തെ പോലെ ദൈവം ഇസ്രായേലിനെ നടത്തി. അത് പൗരോഹിത്യത്തിന്റെ നടുവിൽ കൂടെ ആയിരുന്നു. 3 ഇസ്രായേലിൽ എന്ന രാജാവായിരിക്കുന്ന ദാവീദിൽ കൂടെ ഒരു ഇടയൻ എന്ന വണ്ണം കൈമിടുക്കോടുകൂടെ ഇസ്രായേലിനെ നടത്തി. അപ്പൊ ഇസ്രായേലിന് ദൈവം 3 വിധ ഇടയന്മാരെ നൽകി. ട്രൈഫോൾഡ് ഷെപ്പേർഡ്. 1 അത് പ്രവാചക ഇടയൻ, 2 പൗരോഹിത്യ ഇടയൻ, 3 രാജകീയ ഇടയൻ. എന്നാൽ യെരമ്യാ പ്രവാചകന്റെ കാലത്തിലേക്ക് കടന്നു വരുമ്പോൾ അന്ന് സിദക്കിയാവ് ഭരിക്കുകയാണ്. ആഹാസ്, ഉസിയാവ് തുടങ്ങിയ യോഥാം തുടങ്ങിയ
രാജാക്കന്മാരൊക്കെയും ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി. ചരിത്രത്തിലേക്ക് വന്നാൽ ഹിസ്കിയാവിന് ശേഷം ദൈവകൃപയുള്ള ഒരു മനുഷ്യൻ പോലും അവരുടെ ഇടയപാലകനായി എഴുന്നേറ്റ് വന്നിട്ടില്ല. പ്രവാചകന്മാരും രാജാക്കന്മാരും ചേർന്ന് ഈ ആട്ടിൻകൂട്ടത്തിലെ പുഷ്ടിയുള്ളതിനെ അറുത്ത് തിന്നുവാൻ തുടങ്ങി. എന്നാൽ പഴയ ഇടയന്മാർ അങ്ങനെയായിരുന്നില്ല. ശമൂവേൽ എന്നൊരു പ്രവാചക ഇടയനുണ്ടായിരുന്നു. താൻ മരണദിനം അടുത്തു വന്നപ്പോൾ ഇരുകൈയും ജനത്തിന് മുമ്പാകെ ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചോ, എൻ്റെ കയ്യിൽ ഏതെങ്കിലും ആടിൻ്റെ രക്തക്കറയുണ്ടോ? നിങ്ങളിൽ എന്തെങ്കിലും ഞാൻ അപഹരിച്ചെടുത്തിട്ടുണ്ടോ? ഇല്ല. ഇപ്രകാരം ശ്രേഷ്ഠരായ ഇടയന്മാർ പരിപാലിച്ചു കൊണ്ടിരുന്നതായ ഇസ്രായേലിൽ ഇപ്പോൾ തിന്നിയരും കുടിയരുമായ ഇടയന്മാർ കയറി വന്നോ. ഇടയപരിപാലനത്തിൻ്റെ ശോഷണം മൂലം സ്തോത്ര ഇസ്രായേൽ എന്ന ആട്ടിൻകൂട്ടത്തെ മുഴുവൻ എന്ത് ചെയ്തോ? സിംഹങ്ങൾ ചിതറിച്ചു കളഞ്ഞോ. ഇന്ന് പകലെന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ആരുടെയൊക്കെ ഉത്തരവാദിത്തക്കുറവ് കൊണ്ട്, നിന്നെ കരുതേണ്ടവർ കരുതാതിരുന്നത് കൊണ്ട്, നിനക്ക് വേണ്ടി ചിന്തിക്കേണ്ടവർ ചിന്തിക്കാതിരുന്നത് കൊണ്ട്, നിന്നെ സൂക്ഷിക്കേണ്ടവർ സൂക്ഷിക്കാതിരുന്നത് കൊണ്ട്, നിന്നെ സപ്പോർട്ട് ചെയ്യേണ്ടവർ സപ്പോർട്ട് ചെയ്യാതിരുന്നത് കൊണ്ട് നീ എവിടെയൊക്കെയോ ചിതറിപ്പോയി. നിന്റെ ഇടയൻ സ്ട്രോങ് ആയിരുന്നെങ്കിൽ, നിന്റെ കുടുംബം സ്ട്രോങ് ആയിരുന്നെങ്കിൽ, നീ വിശ്വസിച്ചവർ പരമാർത്ഥികളായിരുന്നെങ്കിൽ, നീ ആശ്രയിച്ചവർ നിഷ്കളങ്കരായിരുന്നെങ്കിൽ, ഒരിക്കലും സിംഹം നിന്നെ ചിതറിച്ചു കളയത്തില്ലായിരുന്നോ? അത് നിനക്ക് നന്നായിട്ട് അറിയാം. എവിടെയോ സിംഹം ചെതറിച്ചെന്ന് പറയുമ്പോഴോ നിന്നെ സിംഹം ചെതറിച്ചതിനെക്കാട്ടിലും വേദന നിന്നെ സൂക്ഷിക്കേണ്ടവൻ, നിനക്ക് വേണ്ടി സംസാരിക്കേണ്ടവൻ, നിന്നെ ചേർത്ത് പിടിക്കേണ്ടവൻ, അവൻ അത് ചെയ്തില്ലെന്നാ നിന്റെ വേദന. സിംഹം ചെതറിച്ചു കളഞ്ഞതല്ല ആടിന് വിഷമം. എന്നാലും അന്ന് ഇടയൻ ഞങ്ങളെ സംരക്ഷിച്ചില്ലല്ലോ. ഇസ്രായേലിൻ്റെ ഇടയന്മാർ, ഇസ്രായേലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അവരെ തിരിഞ്ഞു നോക്കിയില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ഉത്തരവാദിത്തമുള്ളവർ തിരിഞ്ഞു നോക്കാതെ ചിതറപ്പെട്ട അനുഭവം, അതാണ് യെരമ്യാ 17 പറയുന്നത്. എന്നാൽ അതിൻ്റെ 19 വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ 19 വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, കണ്ടോ? പിന്നെ ഞാൻ ഇസ്രായേലിനെ അവൻ്റെ മേച്ചൽ പുറത്തേക്ക് മടക്കി വരുത്തും. ഇവിടെ അടുത്ത മടങ്ങി വരവിനെ കാണുവാൻ കഴിയുക. എന്താണ് ആ മടങ്ങി വരവെന്നറിയാമോ? മേച്ചൽ പുറത്തേക്ക് ഞാൻ അവനെ മടക്കി വരുത്താം. മേച്ചൽ പുറത്തേക്ക് മടക്കി വന്നിട്ട് ഞാൻ അവനെ കർമ്മേലിലും ബാശാനിലും മനശ്ശയിലും കർമ്മേലിലും ബാശാനിലും എഫ്രൈമിലും ഗിലെയാദിലും ഞാൻ അവനെ മേയിക്കാം. ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളാണ് കർമ്മേല്, ബാശാൻ, എഫ്രൈം, ഗിലെയാദ്. എൻ്റെ സഹോദരങ്ങളെ, കർമ്മേൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്ഫുൾനെസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആമേൻ. അത് ഫലം കായ്ക്കുന്ന അനുഭവം. 2, ബാശാൻ എന്ന് പറഞ്ഞാൽ പുഷ്ടിയുള്ള സ്ഥലമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്രായേലിനെതിരെ ദൈവം പലപ്പോഴും പറയുക ബാശാന്യ പശുക്കളെന്ന്. എന്ന് പറഞ്ഞാൽ ബാശാനിൽ മേഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? അത് ഭയങ്കര പുഷ്ടിയുള്ളതായി തീരും. ഇനി കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മേൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്ഫുൾനെസ്സിനെ കാണിക്കുകയാണ്. എന്നാൽ ബാശാൻ എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റിയെ കാണിക്കുകയാണ്. സ്തോത്ര. കർമ്മേലിൽ ഒരുത്തൻ മേഞ്ഞാൽ അവൻ നല്ല ഫലമുള്ളവനായിരിക്കാം. ബാശാനിൽ ഒരുവൻ മേഞ്ഞാൽ അവൻ്റെ സന്തതിയും പുഷ്ടിയുള്ളവനായിരിക്കും. ബാശാൻ എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റിയാണ് കേട്ടോ. സ്തോത്ര. ബാശാൻ എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റി. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ധാരാളം ചിക്കൻ കഴിച്ചാൽ നമ്മുടെ ശരീരം വീർക്കാം. പക്ഷേ ചിക്കൻ കഴിച്ച് ശരീരം വീർത്തത് കൊണ്ട് അവൻ്റെ തലമുറയ്ക്ക് ആരോഗ്യം ഉണ്ടാകുമോ? തലമുറയ്ക്ക് ആരോഗ്യം ഉണ്ടാകത്തില്ല. അപ്പോൾ ചിക്കൻ ഒരു ഫ്രൂട്ട്ഫുൾനെസ് ആയിരിക്കാം, പക്ഷേ അത് ഫെർട്ടിലിറ്റി ഉണ്ടാകത്തില്ല, അത് തലമുറകളിൽ ഗുണം ചെയ്യത്തില്ല. അതേസമയം നമ്മുടെയൊക്കെ പണ്ട് കാലത്ത് അമ്മമാർ ഇങ്ങനെ ഗർഭിണികളായിരിക്കുമ്പോൾ അവർക്കിങ്ങനെ സഫ്രോൺ കൊടുക്കും, മഞ്ഞൾ കൊടുക്കുക, ഇങ്ങനെ ഇതൊക്കെ കൊടുക്കും, നട്ട്സ് കൊടുക്കും, ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കുക. അപ്പോൾ അതൊക്കെ എന്തിനു വേണ്ടിയാണ്? അവരുടെ ശരീരത്തെ കാട്ടിലോ അത് ഫെർട്ടിലിറ്റിയാണ്, അവരുടെ തലമുറകളെ സ്വാധീനിക്കുന്നതാണ്. അപ്പം കർമ്മേൽ എന്ന് പറയുന്നത് ഫ്രൂട്ട്ഫുൾനെസ് ആണ്. പക്ഷെ ബാശാൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അത് ഫെർട്ടിലിറ്റിയാണ്. അപ്പം ദൈവം പറയാം, ഞാൻ നിന്നെ കർമ്മേലിലേക്ക് മടക്കി വരുത്താം എന്ന് പറഞ്ഞാൽ നിന്റെ ആയുഷ്കാലം നന്നായിരിക്കാം. 2, ഞാൻ നിന്നെ ബാശാനിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ നിന്റെ
തലമുറ നന്നായിരിക്കും. ദൈവം ഇസ്രായേലിന് നൽകിയ മേച്ചൽപ്പുറങ്ങൾ കണ്ടോ? നീ നന്നാവണമെങ്കിൽ കർമ്മേലിൽ പോയി തിന്നണം, നിന്റെ മക്കൾ നന്നാവണമെങ്കിൽ ബാശാനിൽ പോയി തിന്നണം. എന്നിട്ട് അടുത്തത് പറയുകയാണ്, എഫ്രൈമിലും ഗിലെയാദിലും ഞാൻ നൽകുക. ഗിലെയാദ് എന്ന് പറയുന്നത് അത് അവരുടെ ഗിലെയാദിലെ സസ്യങ്ങൾക്ക് എന്തുണ്ടെന്നറിയാമോ? ഔഷധ ഗുണമുണ്ട്. അപ്പോൾ നീ നന്നാവുകയും നിന്റെ തലമുറ നന്നാവുകയും മാത്രം ചെയ്താൽ പോരാ, പകരം നിനക്കൊരു രോഗമൊക്കെ വന്നാൽ അമ്മേ ഒരു അത്യാവശ്യം ഔഷധ സസ്യങ്ങളൊക്കെ വേണ്ടേ, അതിന് ഞാൻ നിന്നെ ഗിലെയാദിലേക്കും കൊണ്ടുവരും. ഇനി ബാശാന്റെ ചരിത്രം പഠിച്ചാൽ ബാശാൻ എന്ന് പറയുന്നത് മനശ്ശെയർക്ക് നൽകിയതാണ്. എന്നാൽ ഇവിടെ അടുത്ത അങ്ങനെയെങ്കിൽ ബാശാൻ എന്ന് പറയുന്നത് മനശ്ശെയരുടെ അവകാശമാണ്. അപ്പോൾ ദൈവം അവരെ മടക്കി വരുത്തുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയാം, അവരെ കർമ്മേലിലേക്കോ മനശ്ശെയിലേക്കും എഫ്രൈമിലേക്കോ സ്തോത്ര അവരെ ഗിലെയാദിലേക്ക് മടക്കി വരുത്തുക. ഇവിടെ രണ്ടു പേരെ കർത്താവ് എടുത്തു പറയുകയാണ്, മനശ്ശെയരെയും എഫ്രൈമിനെയും. ഇത് രണ്ടും ആരുടെ മക്കളാണെന്നറിയാമോ? യോസെഫിൻ്റെ മക്കളാ എന്ന് പറഞ്ഞ ദൈവം പറയാ, എൻ്റെ ദാസനായ, എൻ്റെ സ്നേഹിതനായ, എൻ്റെ പ്രിയനായ, എൻ്റെ പുറകെ നടന്ന, എൻ്റെ ദർശനം പേറിയ യോസെഫിൻ്റെ രണ്ട് മക്കളുണ്ടല്ലോ, മനശ്ശെ എഫ്രൈമോ, അവരെ ഞാൻ മടക്കി വരുത്തും. ഇന്ന് പകൽക്കാല നീ ദൈവത്തെ സ്നേഹിച്ചവന്, നിൻ ദൈവത്തെ സേവിച്ചവനുമാണെങ്കിൽ, നിന്റെ പിതാക്കന്മാർ ദൈവത്തെ അനുഗമിച്ചവരാണെങ്കിൽ അവരുടെ തലമുറകളെ ദൈവത്തിന് മടക്കി വരുത്തുവാൻ കഴിയും. ദൈവം പറയുക, യോസെഫിന്റെ മക്കളുണ്ടല്ലോ മനശ്ശെയും എഫ്രൈമോ, ആ മനശ്ശെക്ക് കൊടുത്ത ബശാനിലേക്ക് ഞാൻ അവനെ മടക്കി വരുത്താം. ആ എഫ്രൈം പർവ്വതത്തിലേക്ക് ഞാൻ അവനെ മടക്കി വരുത്താം. എൻ്റെ ദാസന്റെ തലമുറയോട്, എന്നെ സേവിച്ചവന്റെ മക്കളോട്, എന്നെ അനുഗമിച്ചവന്റെ മക്കളോട് എനിക്കൊരു കരുണയുണ്ടെന്നേ. സ്തോത്രം. ഞാൻ മടക്കി വരുത്തും. എന്നാൽ ഇത് ഞാൻ ഇതിൻ്റെ ആമുഖം ഒന്ന് പറഞ്ഞതാണ്. അതിൻ്റെ ഡെപ്തിലേക്ക് വരുമ്പോൾ രണ്ട് വാക്ക് മതി എനിക്ക് അതിനകത്തുനിന്ന്. ഞാൻ അവനെ അവൻ്റെ മേച്ചൽപ്പുറത്തേക്ക് മടക്കി വരുത്തും. എന്നോട് ചേർന്നത് പറഞ്ഞ് മേച്ചൽപ്പുറത്തേക്ക് മടക്കി വരുത്തും. മേച്ചൽപ്പുറത്തേക്ക് മടക്കി വരുത്തും. എൻ്റെ സഹോദരങ്ങളെ, മേച്ചൽ എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തെ സംബന്ധിച്ച് മേച്ചൽ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഉപജീവനമാണ്. മേച്ചൽ എന്ന് പറയുന്നത് അതിൻ്റെ ഉപജീവനമാണ്. സ്തോത്ര. മേച്ചൽ ഉണ്ടെങ്കിലേ അവന് പോഷിപ്പിക്കപ്പെടത്തുള്ളൂ, അവൻ തൃപ്തീകരിക്കപ്പെടത്തുള്ളൂ. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ മേച്ചൽ പ്രത്യേക അത് പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. പലപ്പോഴും നമ്മൾ പറയുക, സ്തോത്ര, ആത്മീയത മാത്രം മതി, ഭൗമികതയ്ക്കൊരു സ്ഥാനവുമില്ലെന്ന്. ഇല്ല സഹോദരങ്ങളെ, ഭൗമികതയ്ക്ക് കർത്താവ് നല്ല സ്ഥാനം കൊടുത്തിട്ടുണ്ട്. സ്തോത്ര. ഈ ഭൗമികതയിൽ കൂടെയാണ് മനുഷ്യൻ ദൈവത്തെ അറിയുന്നത് തന്നെ ഒരു ഭാഗം. സ്തോത്ര. എമ്മവസിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാർ, യേശു അവരുടെ കൂടെ നടന്ന് പ്രവാചക പുസ്തകങ്ങളിലെ മുഴുവനും തെളിയിച്ചു കൊടുത്തു. ഇവർക്ക് യേശു ആരാന്ന് മനസ്സിലായോ? മനസ്സിലായില്ല. പക്ഷേ വഴിയമ്പലത്തിലിരുന്ന് യേശു ഇവർക്ക് അപ്പം മുറിച്ചു കൊടുത്തു. അവർക്ക് മനസ്സിലായോ ആരാണെന്ന്? എൻ്റെ സഹോദരങ്ങളെ, പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ടച്ചാണ് മനുഷ്യനെ ക്രിസ്തുവിനെ കാണിക്കുന്നത്. നമ്മൾ ഒരുത്തനെ വിളിച്ചിരുത്തി 1000 തിയോളജി പറഞ്ഞു കൊടുത്താലും അവന് മനസ്സിലാകാത്ത ക്രിസ്തു അവൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിൽ, അവൻ്റെ വിശപ്പിൽ അപ്പം നുറുക്കി കൊടുക്കുന്നത് കണ്ടാൽ അവൻ യേശുവിനെ കാണാൻ കഴിയും. യേശുവോടെ സുവിശേഷത്തിൻ്റെ രണ്ട് സാധ്യതകളാണ് പറയുന്നത്. നീ വഴിയെ പോകുന്ന ഒരുത്തൻ്റെ പുറകെ നടന്ന്, എടാ മന്ദബുദ്ധി, നിനക്കൊന്നും വിശ്വസിക്കാൻ കഴിയാത്തത് എന്താടാ, ഇതൊക്കെ പറഞ്ഞിട്ടും അവന് യേശുവിനെ മനസ്സിലായില്ല. പക്ഷേ അകത്ത് കയറിയിരുന്ന് യേശു അപ്പം നുറുക്കി കൊടുത്തപ്പോൾ ഇവന് മനസ്സിലായി, എൻ്റെ വിശപ്പറിഞ്ഞ് എന്നെ കരുതുന്ന കർത്താവ്. സ്തോത്രം. തിബരിയാസിൻ്റെ തീരത്തേക്ക് യേശു കടന്നു ചെന്നു. പത്രോസും ശിഷ്യന്മാരും കയറി വരുമ്പോൾ യേശു ആദ്യം ചോദിച്ചത് എന്താണെന്നറിയാമോ? കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കൂട്ടാൻ വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടോ? യേശു ആദ്യം അവരോട് ചോദിച്ചത് എന്താ? എടാ, നിന്നെയൊക്കെ ഞാൻ ഈ 3.5 വർഷം കൊണ്ട് നടന്നിട്ട് ഇതാണോടാ നീയൊക്കെ പഠിച്ചു വെച്ചത്? നീ എന്തോ കണ്ടോട്ടാടാ ഈ മീൻ പിടിക്കാൻ പോയേക്കുന്നത്? നിന്റെ വിളിയൻ തെരഞ്ഞെടുപ്പൊക്കെ എന്തിയേ? അഹങ്കാരി, ദൈവസ്നേഹം നഷ്ടപ്പെട്ടവന്. ഇത് വല്ലതും ദൈവം ചോദിച്ചോ? കർത്താവ് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയോ? മക്കളെ, നിങ്ങൾ മീൻ പിടിക്കാൻ പോയതാ, നേരം വെളുക്കാറായി, നിങ്ങൾക്ക് വല്ലതും കഴിക്കാനുണ്ടോ? ഇത് കഴിഞ്ഞിട്ടാണ് യേശു പത്രോസിനെ പതുക്കെ ഇങ്ങോട്ട് വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു, പത്രോസേ,
നിൻ്റെ സ്നേഹം ഒന്ന് അളന്നേ. നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഒന്ന് അളന്നേ. നിൻ്റെ സ്നേഹത്തിൻ്റെ നീളം ഒന്ന് അളന്നേ. നിൻ്റെ സ്നേഹത്തിൻ്റെ വീതി ഒന്ന് അളന്നേ. നിൻ്റെ സ്നേഹത്തിൻ്റെ ഉയരം ഒന്ന് അളന്നേ. കേട്ടോ? അപ്പോൾ കർത്താവ് എപ്പോഴും ഒരു മനുഷ്യൻ്റെ മേച്ചൽ പുറത്തെക്കുറിച്ച്, ഭൗമികതയെക്കുറിച്ച് ദൈവം ചിന്തയുള്ളവനാണ്. നമ്മുടെ ഇടയിൽ പലപ്പോഴും പറയും നിങ്ങളുടെ ഭൗമിക വിഷയങ്ങളൊന്നും പ്രാർത്ഥിക്കണ്ട എന്ന്. ഞാൻ ചോദിക്കുന്നത് പിന്നെ അതൊക്കെ ആരോട് പോയി പറയും? ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭൗമിക വിഷയങ്ങൾ പ്രാർത്ഥിക്കണം. അത് വേറൊരു മനുഷ്യനോടും പറയരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. സ്തോത്രം. അപ്പോൾ അത് ദൈവം കർത്താവ് പറയുകയാണ്, ഞാൻ അവനെ അവൻ്റെ മേച്ചൽപ്പുറത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. അപ്പം മേച്ചൽപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പ്രൊഫഷണൽ റലവാണ്, അവന് അനുയോജ്യമായിരിക്കുന്ന ഒരു സ്ഥലം. എന്നാൽ ഇത് മേച്ചൽപ്പുറത്തേക്ക് മടക്കിക്കൊണ്ടുവരും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ മേച്ചൽപ്പുറത്തേക്ക് ദൈവത്തിന് നിങ്ങളെ മടക്കിക്കൊണ്ടുവരുവാൻ കഴിയും. ആ മേച്ചൽപ്പുറം ഏത് ശത്രു കയറി എൻക്രോച്ച് ചെയ്ത് പിടിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുക? ആ മേഖലയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ കഴിയുക. നീ മേയേണ്ട സ്ഥലത്ത് വേറൊരുത്തം മേയത്തില്ല. നീ തിന്നേണ്ട നന്മ വേറൊരുത്തം തിന്നത്തില്ല. നീ അനുഭവിക്കേണ്ട അനുഗ്രഹം വേറൊരുത്തൻ അനുഭവിക്കത്തില്ല. നിന്റെ മേച്ചൽപ്പുറത്തിലേക്ക് ദൈവം നിന്നെ മടക്കിക്കൊണ്ടുവരും. നിന്റെ മേച്ചൽപ്പുറത്തേക്ക് ദൈവം നിന്നെ മടക്കിക്കൊണ്ടുവരും.